പ്രിയപ്പെട്ട സ്പോർട്സ് പിച്ച് പ്രേക്ഷകർക്ക് നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഇപ്പോൾ ഓരോ വീഡിയോസും ഞങ്ങൾ ചെയ്യുന്നത്. സഞ്ജു സാംസൺ ഫോം ആയി കഴിഞ്ഞാൽ സ്പോർട്സ് പിച്ചിന് പിന്നെ ചാകരയാണ്. അത് പറയേണ്ട ആവശ്യമില്ല. സഞ്ജു സാംസണിന്റെ ഒരു പിൻബലത്തിലാണ് ഈ സ്പോർട്സ് പിച്ച് എന്നുള്ള ക്രിക്കറ്റ് പേജ് തന്നെ ഞങ്ങൾ ആരംഭിച്ചത്. ഞങ്ങൾ ക്രിക്കറ്റ് പേജ് ആരംഭിച്ചതിന് ശേഷം സെഞ്ചുറിയാണ് സഞ്ജു സാംസൺ. ഇപ്പോൾ അത് IPL രണ്ടാമത്തെ സെഞ്ചുറി തികച്ച് ടീമിന്റെ വിജയത്തിലെ ഏറ്റവും മുഖ്യ പങ്ക് തേരാളിയായി സഞ്ജു മാറിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സ്പോർട്സ് പിച്ചിന്റെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് സഞ്ജുവിന്റെ ചില ഷോട്ട് സെലക്ഷനുകളെ കുറിച്ചാണ്. ഇന്നലെ സഞ്ജുവിന്റെ ഷോട്ട് സെലക്ഷൻ, അതിപ്പോൾ ബുംറയുടെ പന്തിലായാലും സഞ്ജു ആദ്യം നേടിയ ഒരു ഡ്രൈവ് ബൗണ്ടറി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? എന്തൊരു അനായാസകരമാണ്! ആ ബോൾ ഡിസർവ് ചെയ്യുന്ന രീതിയിലാണ് സഞ്ജു സാംസൺ കളിക്കുന്നത്. അല്ലാതെ ഓവർ ഹിറ്റിങ്ങോ അല്ലാണ്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി കുറെ റൺസ് എടുക്കാൻ നോക്കിയോ, അതൊന്നുമല്ല. ആ ബോൾ ഡിസർവ് ചെയ്യുന്ന രീതിയിലാണ് സഞ്ജു കളിക്കുന്നത്. ചുമ്മാ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് അടിക്കുന്ന ആ രീതി, അല്ലെങ്കിൽ സിക്സറുകൾ മാത്രം അടിക്കുന്ന ഒരു സഞ്ജുവിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് സഞ്ജു കൺസിസ്റ്റന്റ് അല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പെട്ടെന്ന് ഔട്ടാവുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ കേട്ടിരുന്നത്. പക്ഷേ സഞ്ജു ശരിക്കും സ്കോർ ബോർഡ് നോക്കി, കളിയുടെ ആ ഒരു താളം നോക്കി കളിക്കാൻ നിന്നാൽ സഞ്ജുവിനോളം അത്രത്തോളം കപ്പാസിറ്റി ഉള്ള 20 ഓവറെങ്കിൽ 20 ഓവർ, 50 ഓവറെങ്കിൽ 50 ഓവർ നിൽപ്പ് നിൽക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ ഇന്ത്യയിൽ വേറെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ വിരാട് കോഹ്ലിയുടെയൊക്കെ ആ ഒരു പ്രഭാവം, വിരാട് കോഹ്ലി പോലും സഞ്ജുവിന്റെ അത്രത്തോളം സ്ട്രൈക്ക് റേറ്റിൽ ഇങ്ങനെ നിൽക്കുമോ എന്നുള്ളത് സംശയമാണ്. എന്നിരുന്നാലും പൂർവികരെ അല്ലെങ്കിൽ ആ പാത വെട്ടി തെളിച്ചവരെ നമ്മൾ മറക്കുന്നില്ല. അപ്പൊ സഞ്ജുവിന്റെ ഷോട്ട് സെലക്ഷൻ, ഇന്നലെ ബുംറയെ നല്ലൊരു ഡ്രൈവിലൂടെ സഞ്ജു 4 അടിച്ചു. പിന്നെ ഒരു ലെഗില് ഒരു നല്ലൊരു സിക്സർ അടിച്ചു, ഒരു ബൗൺസർ സഞ്ജു സിക്സർ അടിച്ചു. അങ്ങനെ ബുംറ എന്നുള്ള ഒരു ഫിയർഫുൾ ബോളറെ ശരിക്കും അത്ര ഫിയർ ഇല്ലാതെ വളരെ നാച്ചുറലായി സഞ്ജു കളിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇതോടുകൂടി ബുംറ എന്നുള്ള ബോളറിന്മേലുള്ള ഒരു ഫിയർ ക്രിക്കറ്റ് ലോകത്ത് നിന്നും അപ്രത്യക്ഷമാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വൈഭവ് സൂര്യവംശി അടക്കം താൻ നേരിട്ട ബുംറയുടെ ആദ്യ പന്ത് സിക്സർ പറത്തിയതിന് ശേഷം ബുംറ കുറച്ച് ഡൗൺ ആയിരുന്നു പല മാച്ചുകളിലും. എന്നാൽ കഴിഞ്ഞ മാച്ചുകളിലൊക്കെ ബുംറ വളരെ നല്ല രീതിയിൽ തിരിച്ചു വന്നതാണ്. പക്ഷെ ഈ മാച്ചിൽ സഞ്ജു ഡൊമിനേറ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം തുടരെ യോർക്കറുകൾ ബുംറ എറിയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിലൊക്കെ സിംഗിളുകളാണ് പോയിരുന്നത്. സഞ്ജുവും അപ്പോൾ ബുംറയുടെ ആ ഒരു ടാക്ടിക്സ് മനസ്സിലാക്കിയിട്ട് സഞ്ജു അവസാനത്തെ ബുംറയുടെ ഓവറിൽ, അതായത് 18ാമത്തെ 19ാമത്തെ ഓവറിൽ ബുംറ എറിഞ്ഞ ഒരു പന്ത് സഞ്ജു സ്കൂപ്പ് ചെയ്ത് കളിച്ചത് ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ? ആ മാച്ചിലെ തന്നെ ഏറ്റവും മികച്ച ഷോട്ടായിരുന്നു ആ ഒരു സ്കൂപ്പ് ഷോട്ട്. അതായത് ഒരു യോർക്കർ, ഒരു ലെഗിലോട്ട് ഒരു യോർക്കർ വരുന്ന സാഹചര്യത്തിൽ സഞ്ജു ഒന്ന് സ്റ്റെപ്പ് ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് ഒരു സ്കൂപ്പ് സഞ്ജു ചെയ്തത് കൃത്യം പ്ലേസ്മെന്റ് ആയിരുന്നു. ദ മിഡിൽ ഓഫ് ദ ബാറ്റ് ഒരു മികച്ച ബൗണ്ടറി നേടാൻ സഞ്ജുവിന് സാധിച്ചു. അതൊരു നോ ബോൾ ആയിരുന്നു, ഫ്രീ ഹിറ്റും കിട്ടി. പക്ഷേ ഫ്രീ ഹിറ്റ് മുതലാക്കാൻ പറ്റിയില്ല കൂടി. സഞ്ജു ആ സ്കൂപ്പ് ഷോട്ട് കളിച്ചത് ഇപ്പോൾ ക്രിക്കറ്റ് അനലിസ്റ്റുകളും ഫാൻസും ഒക്കെ അത് വളരെ വലിയ ഒരു ഒരു പ്ലേ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. അവർ ആഘോഷിക്കുകയാണ്. ബുംറയെ അങ്ങനെ ഒരു പ്ലേ കളിക്കുക എന്നുള്ള നിസ്സാര കാര്യമല്ല. അതും ഒരു 100ലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു നിർണായകമായ ഡെത്ത് ഓവറിൽ സഞ്ജു സാംസൺ കുറച്ച് മാറി നിന്ന് ഒരു സ്കൂപ്പ് ഷോട്ട്, ആ ഒരു യോർക്കർ കളിച്ചത് ഒരു രക്ഷയുമില്ലാത്ത ഷോട്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈലൈറ്റ്സിൽ നിങ്ങൾ എന്തായാലും ആ ഷോട്ട് കാണണം. കാരണം ക്രിക്കറ്റ് കളിക്കുന്നവർക്കും ക്രിക്കറ്റിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു ടെക്സ്റ്റ് ബുക്ക് പോലത്തെ ഒരു ഷോട്ടാണത്. അതായത് പഠിക്കാൻ പറ്റിയ ഒരു ഷോട്ടാണ്. എങ്ങനെയാണ് ആ ഒരു ഷോട്ട് കൃത്യമായി പ്ലേസ് ചെയ്ത്, സാധാരണ സഞ്ജുവിൽ നിന്ന് അത്തരത്തിലുള്ള ഷോട്ടുകൾ നമ്മൾ കാണാറില്ല. പക്ഷെ അത് ലെഗ് സൈഡിലോട്ടൊക്കെ അങ്ങനത്തെ ഒരു സ്കൂപ്പ് ഒന്നും സാധാരണ കാണാറില്ല. പക്ഷെ ഈ ഒരു സ്കൂപ്പ് ഷോട്ട്, സഞ്ജു സ്കൂപ്പ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്കൂപ്പ് ഷോട്ട്, അതും പ്രൈമിൽ നിൽക്കുന്ന സഞ്ജു സാംസൺ കളിച്ച ആ ഒരു സ്കൂപ്പ് ഷോട്ട്, ആ ഒരു മികച്ച സ്കൂപ്പ് ഷോട്ട് ചരിത്ര താളുകളിലാണ് രേഖപ്പെടുത്താൻ പോകുന്നത്. മുംബൈ ഇന്ത്യൻസ് CSK എൽ ക്ലാസിക്കോ പോരാട്ടത്തിലെ ഏറ്റവും മികച്ച ഷോട്ടായി അത് മാറുകയായിരുന്നു. അതുമാത്രമല്ല, അവസാനത്തെ ഓവറുകളിൽ സഞ്ജു ബോളറിന്റെ അല്ലെങ്കിൽ ബോളിങ്ങിന്റെ മെരിറ്റ് നോക്കി മാത്രമാണ് അടിച്ചത്. ചില ബോളുകൾ മിസ് ചെയ്യുമ്പോൾ സഞ്ജുവിന് തന്നെ എന്നുള്ളൊരു ഫീലിംഗ് സഞ്ജുവിന് ഉണ്ടായിരുന്നു. പക്ഷേ കറക്റ്റായിട്ടുള്ള കണക്ഷനിൽ, കറക്റ്റായിട്ടുള്ള ഗ്യാപ്പുകളിലാണ് ഓരോ ബോളുകളും വീണിരിക്കുന്നത്. സിക്സറുകളൊക്കെ കറക്റ്റ് പ്ലേ ആയിരുന്നു. തൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഒരു 200-ൽ അധികം കുറയാതെ തന്നെ സഞ്ജു മെയിൻറ്റെയിൻ ചെയ്ത് 54 പന്തിൽ സഞ്ജു 101 റൺസ് അടിച്ചത്, ഒരു 6 സിക്സറും 10 ബൗണ്ടറിയും അടക്കം സഞ്ജു അടിച്ചത് ഒരു നിർണായക തീരുമാനവും, അത് നിർണായക തീരുമാനത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേയുമായിരുന്നു.
സഞ്ജുവിന്റെ തന്നെ ഒരു തീരുമാനമായിരുന്നു, 20 ഓവറും ഞാൻ നിൽക്കും, 20 ഓവറിൽ നിന്ന് ടീമിനെ കരകയറ്റും, 200+ സ്കോറിലേക്ക് ഞാൻ എത്തിക്കും എന്നുള്ളത്. മൈക്ക് ഹസി ടീമിന്റെ ഒരു പ്ലേ നടക്കുമ്പോൾ തന്നെ കമന്റേറ്റർമാരെ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു 200+ സ്കോറാണ് ഞങ്ങൾ ഉറ്റുനോക്കുന്നതെന്നാണ്. അപ്പോൾ കോച്ചിൻ്റെയൊക്കെ ആ ഒരു മനസ്സിൽ കാണുന്ന ആ ഒരു ലെവലിലാണ് സഞ്ജു കളിക്കുന്നത്. ആ സഞ്ജുവിൻ്റെ പരിചയ സമ്പത്താണ്. അപ്പം ഞാൻ പറഞ്ഞത് സഞ്ജുവിൻ്റെ ഷോട്ട് സെലക്ഷനാണ്. സഞ്ജുവിൻ്റെ ഷോട്ട് സെലക്ഷനിൽ ഏറ്റവും മികച്ച ഷോട്ടായിട്ട് ആ ബുംറയെ കളിച്ച ആ ഒരു സ്കൂപ്പ് ഷോട്ട്, അത് ചരിത്ര താളുകളിൽ ഇടം പിടിക്കുന്ന, ക്രിക്കറ്റ് പഠിക്കുന്ന അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകൾക്ക് പഠന വിഷയമാക്കേണ്ട ഒരു ഷോട്ട് തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് പ്രേക്ഷകരെ തോന്നുന്നത്? സഞ്ജു സാംസണിന്റെ ഏറ്റവും മികച്ച ഷോട്ട് ഏതാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? സഞ്ജു സാംസണിന്റെ സ്ട്രോങ് സോൺ ഏതാണ്, വീക്ക് സോൺ ഏതാണ്? സഞ്ജു കഴിഞ്ഞ കളിയിൽ തൻ്റെ വീക്ക് സോണുകളെല്ലാം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അനാവശ്യമായ രീതിയിൽ സഞ്ജു കളിച്ചിട്ടില്ല. സിംഗിൾ ഇടേണ്ട സ്ഥലത്ത് സിംഗിൾ ഇട്ടും, ലീവ് ചെയ്യേണ്ട സ്ഥലത്ത് ലീവ് ചെയ്തൊക്കെയാണ് സഞ്ജു കളിച്ചത്. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് കമന്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്തണം. നമുക്ക് വീണ്ടും സംവദിക്കാം. ടാറ്റ, ബൈ ബൈ.